വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളെ ഏവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വചനത്തിലൂടെ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ വചനമാണ് മാംസമായിട്ട് ഭൂമിയിലോട്ട് വന്നത്. അതാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തെയാണ് സ്വീകരിക്കുന്നത്. യേശുവിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? യേശു പറയുന്ന യേശുവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എത്രയോ മഹത്തായ ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ളത്, എന്നിൽ വരുത്തേണ്ട തിരുത്തലുകൾ വചനത്തിലൂടെ നീ എനിക്ക് നൽകണം. ഈ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ വചനം കേൾക്കുവാൻ ഇരിക്കേണ്ടത്. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ മുൻപിലായിരിക്കുന്ന 10,000ങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അഭിഷേകത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ദൈവവചനം അങ്ങ് പങ്കുവെച്ചപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചിരുന്നത് പോലെ ഇവിടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടട്ടെ. മറിയയിൽ നിന്ന് അവൾ കേട്ട വചനം ഒരിക്കലും എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കേൾക്കുന്ന വചനം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. 60, 80, 100 മേനികൾ ഫലം പുറപ്പെടുവിച്ച് അങ്ങനെ ഇവർ അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി, കുടുംബമായി, തലമുറകളായി മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ക്രിയ ചെയ്യണമേ. സകല വിശുദ്ധരെയും മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ
സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകിയ മക്കള്, നമുക്ക് ദാനമായി ദൈവം നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. ഒരിക്കൽ കുറേ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുമായി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. അവർ അവനോട് അപേക്ഷിച്ചു, യേശുവേ, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു തൻ്റെ അടുക്കൽ വന്ന ഓരോ ശിശുക്കളെയും അവരുടെ തലയിൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു എന്ന്. തൻ്റെ അടുക്കൽ വന്ന എല്ലാ ശിശുക്കളെയും യേശു തൻ്റെ കൈകൾ അവരുടെ ശിരസിൽ വെച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ അനുഗ്രഹം ഇന്നും നമ്മുടെ മക്കൾക്ക് വേണം. ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളുമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലായിടത്തും എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്ന് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, യേശുവും ഇതാഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ആഗ്രഹവും നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം എന്തു ചെയ്യണം? യേശു ചെയ്തത് തന്നെ നാമും ചെയ്യണം. യേശു ശിശുക്കളുടെ തലയിൽ കൈകൾ വെച്ച് അവൻ അനുഗ്രഹിച്ചു എങ്കിൽ അവൻ നമുക്കൊരു മാതൃക കാട്ടിത്തരികയാണ് ചെയ്തത്. പ്രിയ മാതാപിതാക്കളെ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ട ദൗത്യം, വലിയൊരു കടമ നമുക്കുണ്ട്. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുവാനും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിച്ച അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനും ഇന്ന് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു പൗരോഹിത്യ രാജകീയ പ്രവാചക അഭിഷേകം നൽകിയിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കണം. കാരണം ദൈവത്തിൻ്റെ ദാനമായി മക്കൾ, അവരെ നമ്മൾ പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിയില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇസഹാക്കാണെങ്കിൽ യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. ഒരപ്പൻ്റെ അനുഗ്രഹത്തിന് അതിസ്വാഭാവികമായ ശക്തിയുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം അവിടെ പറയുകയാണ്, അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. അമ്മയുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാൽ അവരുടെ ഭാവി ജീവിതത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അവരുടെ ഭാവി ജീവിതത്തിന് വലിയൊരു അടിത്തറ ഇടുന്ന പ്രവൃത്തിയാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. അപ്പോൾ പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. അവർക്ക് ആത്മവിശ്വാസം, പ്രത്യാശ ഒക്കെ അവരിൽ ഉളവാക്കുവാനായിട്ട് ഒരപ്പൻ മക്കളെ അനുഗ്രഹിച്ചാൽ, അമ്മ മക്കളെ അനുഗ്രഹിച്ചാൽ, രണ്ടുപേരും ചേർന്ന് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചാൽ മക്കളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും,
പ്രത്യാശ വർദ്ധിക്കും, വിശ്വാസമുണ്ടാകും, അവരുടെ നിരാശ മാറും, ദുഃഖങ്ങൾ മാറും, പ്രതീക്ഷയുള്ളവരായി മാറും, പഠിക്കുവാൻ എനർജിയുള്ളവരായി മാറും, പേടി മാറും, ഭയം മാറും, ചുരുണ്ടുകൂടിയിരിക്കുന്ന അപകർഷതാബോധം അവരെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നവരായി മാറ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരപ്പൻ്റെ അനുഗ്രഹത്തിന് അസാധാരണമായ ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ യാക്കോബ് എന്നാ ചെയ്തു? യാക്കോബ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് യാക്കോബ് തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അടുക്കൽ ചെന്ന്, ഇസഹാക്കിന് പ്രായമേറെയായി, ഇസഹാക്കിന് കാഴ്ചയില്ല, കണ്ണ് കാണാൻ പാടില്ല. എന്നാൽ പ്രായമായി കഴിയുമ്പോൾ അപ്പന്മാരെ മൂത്ത മക്കൾക്കൊരു പ്രത്യേക അനുഗ്രഹം കൊടുക്കും, ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ്. അത് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട് ലഭിക്കുന്ന അനുഗ്രഹമാണ്. അത് മൂത്ത മക്കൾക്കുള്ളതാണ്. ആ അനുഗ്രഹം കിട്ടിയാൽ വല ഇരുപ്പത എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഈ അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ, പ്രാധാന്യം മനസ്സിലാക്കിയ അമ്മ യാക്കോബിനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ചേട്ടൻ ഏസാവ് അനുഗ്രഹം വാങ്ങുന്നതിന് മുൻപ് നീ അപ്പൻ്റെ അടുക്കൽ പോയി ഈ അനുഗ്രഹം അങ്ങ് വാങ്ങിച്ചോ, നീ ചേട്ടനാന്നങ്ങ് പറഞ്ഞ അനുഗ്രഹം വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഒരാൾമാറാട്ടം നടത്തി ചേട്ടൻ്റെ വേഷത്തിലും ചേട്ടൻ്റെ സ്വരത്തിലും അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, അപ്പാ, അപ്പൻ്റെ മകൻ ഏസാവാ ഞാൻ, എന്നെ അനുഗ്രഹിച്ചാലും. അങ്ങനെ ഇതാ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. അവനെ അനുഗ്രഹിച്ചു സമൃദ്ധമായി. അവൻ അനുഗ്രഹമായി പോയി. കുറേ കഴിഞ്ഞപ്പോഴാണ് ഏസാവ് വന്ന്, അപ്പാ എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞുണ്ട്. അപ്പോഴാണ് മനസ്സിലായത്, തട്ടിപ്പ് മനസ്സിലായത്. ചേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് അനിയൻ യാക്കോബ് വന്ന് അനുഗ്രഹം വാങ്ങിയ കാര്യം. ഈ ഏസാവ് കരഞ്ഞു, അപ്പാ എന്നെ അനുഗ്രഹിക്കുക. അപ്പം പറയുക, മോനെ, മൂത്ത ചേട്ടന് നൽകുന്ന, സാധാരണ നൽകി വരുന്ന ഈ അനുഗ്രഹം അനിയൻ ഞാൻ കൊടുത്തു പോയല്ലോ. അപ്പം അപ്പന് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ വിലയറിയാവുന്ന ഈ ചേട്ടൻ ഏസാവ് പൊട്ടിക്കരിയുകയാ. അപ്പാ എന്നെ അനുഗ്രഹിക്ക്, എന്നെ അനുഗ്രഹിച്ചാലല്ല അത് വിടുകയല്ല, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കാൻ മേലെ. അവൻ അപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാഞ്ഞത് മൂലം, അവന് കിട്ടേണ്ട അനുഗ്രഹം അനിയൻ തട്ടിക്കൊണ്ടു പോയത് കാരണം നിമിത്തം, പ്രിയമുള്ളവരെ, അവൻ കരഞ്ഞ് രാത്രി മുഴുവൻ കരച്ചു കൂട്ടി. ഇതാണ് ഒരപ്പൻ്റെ അനുഗ്രഹത്തിന്. അപ്പൻ്റെ അനുഗ്രഹത്തിൽ, അമ്മയുടെ അനുഗ്രഹത്തിനകത്ത് ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന പവർ. ഇന്ന് ദൈവം അനുഗ്രഹിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. ഇന്ന് ദൈവം മക്കളെ അനുഗ്രഹിക്കുന്നത് മാതാപിതാക്കളെന്ന ചാനൽ വഴി, അല്ലെങ്കിൽ ചാലു വഴിയാണ്. ആ മീഡിയയിലൂടെയാണ് ദൈവം മക്കളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കാതെ പോകരുത്. ഏസാവ് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് ആ അനുഗ്രഹവുമായിട്ടാണ് പുറപ്പെട്ടത്. അപ്പൻ്റെ അനുഗ്രഹവുമായി പുറപ്പെട്ട അവൻ, പ്രിയമുള്ളവരെ, പിന്നീട് അവനും അവൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടതായി മാറി. കണ്ടോ? സത്യത്തിൽ ഏസാവ് വഴിയാണ് പോകേണ്ടത്. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഏസാവിൻ്റെയും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ. പക്ഷേ യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, യാക്കോബിലോട്ട് ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം പോയി. അതുകൊണ്ടാണ് ആ യാക്കോബ് വഴിയാണ് ഇസ്രായേൽ ജനമുണ്ടായത്, 12 ഗോത്രങ്ങളുണ്ടായത്. ആ ഗോത്രത്തിലാണ് യേശു രക്ഷകൻ ജനിച്ചത്. കണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഇനി യാക്കോബിന് 12 പിള്ളേര്. യാക്കോബ് പ്രായമേറെയായി ചാകുന്നതിന് മുൻപ് യാക്കോബ് തൻ്റെ 12 മക്കളെയും തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. 12 മക്കൾ മാത്രമല്ല, അവൻ്റെ മക്കളുടെ മക്കൾ, കൊച്ചുമക്കളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചു കൂടുവിൻ, ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. മക്കളെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി. എന്നിട്ട് യാക്കോബ് പറയുക, ഭാവിയിൽ നിങ്ങൾക്കോരോരുത്തർക്കും ഇന്ന അനുഗ്രഹം പോലെ സംഭവിക്കാൻ പോകുകയാണ്. തിരുവചനം വീണ്ടും പറയുന്നു, പ്രിയമുള്ളവരെ, 28-ാമത്തെ തിരുവചനം. അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. യാക്കോബ് തൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചു. വീണ്ടും പറയുകയാണ്, ഓരോരുത്തർക്കും ചേർന്ന വിധമാണ് അവൻ അവരെ അനുഗ്രഹിച്ചത്. ഓരോരുത്തർക്കും ചേർന്ന വിധം ഓരോ ബ്ലെസ്സിങ് കൊടുത്തു. ഓരോ മക്കൾക്കും പ്രത്യേകം അനുഗ്രഹം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അല്ലെങ്കിൽ 12 പിള്ളേരെ വന്നുകൊണ്ട്, ദൈവം പിള്ളേരെ, നിങ്ങളെ 12 പിള്ളേരെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് ഭാവിയിൽ നല്ല നല്ല കാര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ, എവിടെ ചെന്നാലും ഉയർച്ചയുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ് അങ്ങനെ ഒരു കോമൺ ബ്ലെസ്സിങ് അനുഗ്രഹമല്ല യാക്കോബ് കൊടുത്തത്. 12 പിള്ളേരെയും വിളിച്ചു വരുത്തി. ഓരോരുത്തരെയും അവരുടെ പേരിനനുസരിച്ച് പേര് ചൊല്ലി വിളിച്ച് അവരുടെ പേരിനനുസരിച്ച് ആ അർത്ഥം പറഞ്ഞ് ഓരോരുത്തർക്കും ചേർന്ന വിധം യാക്കോബ് തൻ്റെ 12 മക്കളെയും അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഈ യാക്കോബിൽ നിന്നും ഇസഹാക്കിൽ നിന്നും അബ്രഹാത്തിൽ നിന്നും പഠിച്ച വലിയൊരു പാഠം ഇതാ. ഇന്നും ഞാൻ ദൈവകൃപയാൽ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് 7 ആൺമക്കളെ ദൈവം ഇപ്പോൾ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 8ാമത് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 7 ആൺമക്കളെയുമായിട്ട് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുടെ സമയം, ഈ കുടുംബ പ്രാർത്ഥന ഏകദേശം ഒരു 2 മണിക്കൂർ കാണും. ഡെയിലി 2 മണിക്കൂർ കാണും കുടുംബ പ്രാർത്ഥന. സമയം പോകുന്ന അറിയല്ല. ഞാൻ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പിന്നീട് ഞാനൊരു വിഷയം എടുക്കാം. കുടുംബ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം നടക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കലാണ്. ഓരോരുത്തരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. ഏറ്റവും ഇളയവൻ നെഹമ്യ. അവൻ 1.5 വയസ്സ് കഴിഞ്ഞു. അവൻ്റെ തലയിൽ അവൻ മുട്ടൂത്തി നിൽക്കും. അവൻ്റെ തലയിൽ ഞാനും എൻ്റെ ഭാര്യയും മറ്റ് ചേട്ടന്മാരെല്ലാവരും കൂടി അവൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നെഹമ്യ അനുഗ്രഹിക്കപ്പെടട്ടെ, നെഹമ്യ അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. യെശയ്യാ 54:13, യെശയ്യാ 44:3, 3 യോഹന്നാൻ 4, ജെറമ്യ 29:11. ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ മകൻ്റെ മേൽ നിറയട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഈ കുഞ്ഞിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞ് 1 മിനിറ്റ് നേരമെങ്കിലും അവൻ്റെ തലയെ കഴിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യെസ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും നിങ്ങളുടെ മക്കളുടെ തലയിൽ, നിങ്ങളുടെ കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച കാര്യം ഓർമ്മ വരുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നോ നിങ്ങൾ? കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അവരെ വഴക്ക് പറയാനോ ശിക്ഷിക്കാനോ ശിക്ഷണം കൊടുക്കാനോ ഉപദേശം കൊടുക്കാനോ അവകാശമുള്ളൂ. ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയല്ല, പിന്നെയോ അടി, ഇടി, തല്ലുക, ചീത്ത പറയുക, തെറി പറയുക, ശപിക്കുക, ശാപവാക്ക് പറയുക, വേണ്ടാത്തതെല്ലാം പിള്ളേരോട് ചെയ്യും. എന്നിട്ട് വലിയ കൺവെൻഷൻ വരുന്നു കഴിഞ്ഞാൽ കൺവെൻഷൻ്റെ ഇടയിലും കൺവെൻഷൻ കഴിയുമ്പോഴും വലിയ ക്യൂ നിൽക്കുക, കൊച്ചിനായിട്ട് നിൽക്കുക. മഹാ തല്ലപ്പോടിയായി മാറി കൊച്ച്.
ഇവനെയായിട്ട് നിൽക്കുക, വലിയ നീണ്ട നിരയാ. നടന്ന് ധ്യാനഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് പറയും, ഈ കൊച്ചിൻ്റെ തലയിലൊന്ന് കൈവച്ച്, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേ. മഹാതല്ലിപ്പൊളിയാ, ഉഴപ്പനാ. അച്ഛൻ ഈ കൊച്ചിൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ. ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പള്ളിയിൽ അച്ഛൻ വേണോ നിങ്ങളുടെ പിള്ളേരുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാൻ? ധ്യാനഗുരു വേണോ പ്രാർത്ഥിക്കാൻ? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെയാണ് അതിൻ്റെ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, മക്കളുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ദൈവം ഉറപ്പിച്ചിരിക്കുന്നു. മക്കളുടെ മേൽ അമ്മയ്ക്ക് ദൈവം ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്, അപ്പന് അവകാശം കൊടുത്തിട്ടുണ്ട്. എന്തിനാ? അവരെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. ചിലരുടെ വിചാരം നമുക്ക് തലയിൽ കഴിച്ചു പ്രാർത്ഥിക്കാവോ? അയ്യോ ബ്രദറെ, പിള്ളേരുടെയൊക്കെ തലയിൽ കഴിച്ചു പ്രാർത്ഥിക്കാവോ? നമുക്കതിന് യോഗ്യതയുണ്ടോ? നമ്മൾ അന്മേനികളല്ലേ? നമ്മൾ പാപികളല്ലേ? എൻ്റെ സഹോദര, മറ്റാരേക്കാൾ, വൈദികരേക്കാൾ, തിരുമേനിയേക്കാൾ ഏറ്റവും യോഗ്യത അപ്പനും അമ്മയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് പറ, നിങ്ങളും കൂടെ ഒന്ന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറ, പ്രയോജനം ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവർ പറ. അതുകൊണ്ട് പ്രിയ മാതാവേ, പിതാവേ, ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നത്, മക്കൾ എന്ന നിലയിലുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് ദിവസവും പ്രാർത്ഥിര്. നിങ്ങൾ വീട്ടിലുള്ളപ്പോഴെല്ലാം പ്രാർത്ഥിര്. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന അതിനൊരു അന്തരീക്ഷമാണ് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് അവിടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ മോനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ, നിനക്ക് ഉയർച്ച ഉണ്ടാകട്ടെ, നിനക്ക് നന്മയുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹെബ്രായർ 11:20 വളരെ മനോഹരമായൊരു വചനമുണ്ട്. അവിടെ പറയാണ്, യാക്കോബ് തൻ്റെ 12 മക്കളുടെ തലയിലും കൈവച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അവൻ ജോസഫിൻ്റെ മക്കളെ വിളിച്ചു വരുത്തി വടിയിൽ ഊന്നി നിന്നുകൊണ്ട് ജോസഫിൻ്റെ മക്കളുടെ ശിരസിൽ ഓരോരുത്തരുടെ മേലും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ വല്യപ്പൻ മക്കളുടെ തലയിലും അവരുടെ കൊച്ചുമക്കളുടെ തലയിലും ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് പ്രായമായി. അപ്പോൾ വടി കുത്തിപ്പിടിക്കാറായ പ്രായത്തിലും തൻ്റെ മക്കളുടെയും കൊച്ചു മക്കളുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്ന യാക്കോബ് നമുക്കൊരു മാതൃകയാണ്. യാക്കോബിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണം അപ്പനിൽ നിന്ന് അനുഗ്രഹം കൊണ്ട് കിട്ടിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പനിലൂടെ മക്കളിലേക്ക് വന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഇടവകയിൽ, സ്കൂളിൽ, നാട്ടിൽ, ദേശത്ത് അവർ പോകുന്ന മണ്ഡലങ്ങളിലൊക്കെയും അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും അവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ആദ്യം അനുഗ്രഹിച്ച് തുടങ്ങാം. ദിവസവും അനുഗ്രഹിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ അനുഗ്രഹിച്ച് അവരുടെ തലയോട്ട് കൈവച്ച് തന്നെ അവർ കേൾക്കാവുന്ന സ്വരത്തിൽ തന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഇന്നു മുതൽ വ്യത്യാസം ഉണ്ടാകും. അവരുടെ ദുസ്വഭാവങ്ങൾ മാറും, ദുശീലങ്ങൾ മാറും, ദൈവഭയത്തിലേക്ക്, ദൈവഭക്തിയിലേക്ക് വരും, കുടുംബ പ്രാർത്ഥനയിൽ വരും, കൂദാശകളിലേക്ക് വരും. ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകം ഇത് ശബ്ദം കേട്ടാൽ മാത്രം പോരാ, സുവിശേഷം കേട്ടാൽ മാത്രം പോരാ, അപ്ലൈ ചെയ്യണം, പ്രാക്ടിക്കലാക്കണം. ഇന്ന് മുതൽ യു ട്രൈ. നിങ്ങൾ ശ്രമിച്ച് നോക്കിക്കേ, ഒന്ന് ചെയ്ത് നോക്ക് പ്രിയമുള്ളവരെ. വചനം കേൾക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. വചനം ധ്യാനിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. അപ്പോഴാണ് വചനത്തിൻ്റെ അനുഗ്രഹവും അഭിഷേകവും നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ.
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓരോ കുഞ്ഞുങ്ങളും നമുക്കും കുടുംബത്തിനും ദേശത്തിനും സ്കൂളിനും അവരുടെ ജോലി മണ്ഡലങ്ങളിലെല്ലാം അവരെ അനുഗ്രഹമായി മാറട്ടെ. അവരനുഗ്രഹമായി മാറണമെങ്കിൽ അനുഗ്രഹിക്കണം. നമ്മൾ അനുഗ്രഹിക്കുമ്പോഴാണ് അവരനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ദമ്പതികളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും എന്നുള്ള വചനത്തിൻ്റെ ശക്തി ഇവരുടെ കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ എടുത്ത് അവരുടെ തലയിൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ച യേശുവേ, നിന്റെ നാമത്തിൽ ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശാപങ്ങൾ മാറട്ടെ. ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, തർക്കദോഷങ്ങൾ, അശുദ്ധ ബന്ധങ്ങൾ, കോപ സ്വഭാവങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിന് അഭിഷേകത്തിൽ വളരുവാൻ, തലമുറകൾക്ക് അനുഗ്രഹമായി മാറുവാൻ ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷേകത്താന്നറിയട്ടെ, വിശുദ്ധിയാന്നറിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകരനായി സ്തോത്രം കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ഇന്നു മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ നിങ്ങൾ തന്നെ കൈവച്ച് അനുഗ്രഹിച്ചു തുടങ്ങാം. ഒരു 3 മാസം കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. 6 മാസം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ കുഞ്ഞായിരിക്കുകയില്ല, നാളത്തെ നിങ്ങളുടെ കുഞ്ഞ്. ഗാഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.